റെസ്റ്റ് ഇൻ പീസ് പോപ്പ് ഫ്രാൻസിസ്. മേ ഹിസ് മെമ്മറി ബി എ ബ്ലെസ്സിംഗ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിന് പിന്നാലെ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പോസ്റ്റ് ചെയ്ത ചുരുങ്ങിയ വാക്കുകളിലുള്ള അനുശോചനം ഇങ്ങനെയായിരുന്നു. വിവിധ രാജ്യങ്ങളിലുള്ള ഇസ്രായേൽ എംബസികളും സമാനമായ അനുശോചന കുറിപ്പ് പോസ്റ്റ് ചെയ്തു. എന്നാൽ ആ പോസ്റ്റുകൾക്കെല്ലാം ഏതാനും മിനിറ്റുകളുടെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം വിദേശകാര്യ മന്ത്രാലയവും പിന്നാലെ നയതന്ത്ര കാര്യാലയങ്ങളുമെല്ലാം പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു, ഒരു വിശദീകരണവും നൽകാതെ. എന്തുകൊണ്ടായിരിക്കും ആ അനുശോചന പോസ്റ്റുകൾ അത്രയും വേഗത്തിൽ അപ്രത്യക്ഷമായത്? എന്തായിരിക്കും അത്തരമൊരു നീക്കത്തിന് ഇസ്രായേൽ ഭരണത്തലവന്മാരെ പ്രേരിപ്പിച്ചത്? ലോകത്തെ 140 കോടി വരുന്ന കത്തോലിക്ക വിശ്വാസികളുടെ ആത്മീയാചാര്യൻ മാത്രമായിരുന്നില്ല ഫ്രാൻസിസ് മാർപ്പാപ്പ. മതജാതി വേർതിരിവുകളെല്ലാം മറന്ന് ലോകം ആദരിക്കുന്ന ജനകോടികൾ കാരുണ്യത്തിന്റെ പ്രവാചകനും സമാധാനത്തിന്റെ ദൂതനുമായി വാഴ്ത്തിപ്പാടുന്ന മഹാപുരുഷനായിരുന്നു അദ്ദേഹം. അങ്ങനെ ഒരാളുടെ വിയോഗത്തിൽ ലോകം വേദനിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഇസ്രായേലിന്റെ ഈ അനുശോചന നാടകം. ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷമുള്ള ലോക വൻ ശക്തികളുടെ പിന്തുണയെയും സഹായത്തെയും കാരുണ്യത്തെയും ആശ്രയിച്ച് കഴിയുന്ന ഒരു രാജ്യവും ഭരണകൂടവുമാണ് ഇസ്രായേൽ എന്ന് ഓർക്കണം. അബദ്ധത്തിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടതായിരുന്നില്ല ആ പോസ്റ്റുകൾ ഒന്നും തന്നെ എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം നേരിട്ട് നൽകിയ നിർദ്ദേശമായിരുന്നു അത്. എല്ലാ എംബസികളിലും വിളിച്ച് പോസ്റ്റ് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടുവെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങളായ ജെറുസലേം പോസ്റ്റും ടൈംസ് ഓഫ് ഇസ്രായേലുമെല്ലാം റിപ്പോർട്ട് ചെയ്തത്. ഒരു വിശദീകരണവുമില്ലാതെയായിരുന്നു അത്രേ എല്ലാവർക്കും ഉത്തരവ് ലഭിച്ചത്. ഇതോടൊപ്പം വളരെ പ്രധാനപ്പെട്ടൊരു നിർദ്ദേശം കൂടി നയതന്ത്ര പ്രതിനിധികൾക്ക് ലഭിച്ചിരുന്നു. ലോകത്തെങ്ങുമുള്ള വത്തിക്കാൻ നയതന്ത്ര കാര്യാലയങ്ങളിലെ അനുശോചന പുസ്തകത്തിൽ ഒപ്പുവെക്കരുതെന്നായിരുന്നു ആ ഉത്തരവ്. ഏതായാലും ഭരണകൂടത്തിന്റെ നടപടിക്കെതിരെ നയതന്ത്ര പ്രതിനിധികൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഉൾപ്പെടെ നിരവധി അംബാസഡർമാർ എതിർപ്പും പ്രതിഷേധവും അറിയിച്ചു കഴിഞ്ഞു. ഇസ്രായേലിന്റെ പ്രതിച്ഛായയ്ക്ക് ഗുരുതരമായ പരിക്കുണ്ടാക്കുന്നതാണ് നടപടിയെന്നാണ് അവരെല്ലാം ചൂണ്ടിക്കാട്ടിയത്. ആഗോളതലത്തിലുള്ള കോടിക്കണക്കിന് കത്തോലിക്ക വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുന്നതാകും നടപടിയെന്നും അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. തീർത്തും നിഷ്കളങ്കമായ ചെറിയൊരു അനുശോചന കുറിപ്പാണ് ഞങ്ങൾ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. ഗസ യുദ്ധത്തിൽ മാർപ്പാപ്പ ഇസ്രായേലിനെതിരെ നടത്തിയ വിമർശനമാണ് അതിന് പിന്നിലെന്ന് വ്യക്തമാണ്. ഒരു നയതന്ത്ര പ്രതിനിധി നടത്തിയ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഒരു കാരണവും വ്യക്തമാക്കാതെയാണ് ആ ട്വീറ്റുകൾ ഡിലീറ്റ് ചെയ്യാൻ നേരിട്ട് ഉത്തരവ് ലഭിച്ചത്. വിശദീകരണം ചോദിച്ചപ്പോൾ സംഭവം മന്ത്രാലയം പരിശോധിച്ചു വരികയാണെന്നായിരുന്നു പ്രതികരണം. ഇത് നമ്മൾക്ക് മാത്രമല്ല, നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന പൊതുജനത്തിനും അതത്ര നല്ല കാര്യമാകില്ല. മറ്റൊരു ഡിപ്ലോമാറ്റ് സർക്കാർ നടപടിക്കെതിരെ വിമർശനം ഉയർത്തിയത് ഇങ്ങനെയായിരുന്നു. അനുശോചനം നടത്താതിരുന്നതല്ല പ്രശ്നം. അനുശോചനവുമായി പോസ്റ്റ് ചെയ്ത കുറിപ്പ് സ്വയം ബോധ്യത്തോടെ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ശരിക്കും ഒരു മോശം നടപടിയാണെന്നും ദീർഘകാലത്തേക്ക് അത് വലിയ പരിക്കുണ്ടാക്കുമെന്നും വിമർശിക്കുന്നുണ്ട് മറ്റൊരു നയതന്ത്ര ഉദ്യോഗസ്ഥൻ. നടപടിയിൽ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക തലത്തിൽ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഇസ്രായേൽ മാധ്യമമായ യദിയോത്ത് അക്രോനോത്തിനോട് ഒരു മന്ത്രാലയ വൃത്തം പ്രതികരിച്ചത് വിചിത്രകരമായ രീതിയിലായിരുന്നു. അനുശോചന കുറിപ്പുകൾ അബദ്ധത്തിൽ പോസ്റ്റ് ചെയ്തതാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം. ഇസ്രായേലിനെതിരായ മാർപ്പാപ്പയുടെ പരാമർശങ്ങളോട് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെ ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മരണശേഷവും ആ പണി ഞങ്ങൾ ചെയ്യില്ല. പാപ്പയുടെ അനുയായികളെ ഞങ്ങൾ ബഹുമാനിക്കുന്നു എന്നുമായിരുന്നു മന്ത്രാലയ വൃത്തം വ്യക്തമാക്കിയത്. മരണത്തിന് തൊട്ടു തലേന്നാൾ നൽകിയ ഈസ്റ്റർ സന്ദേശത്തിലും മാർപ്പാപ്പ ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തെ വിമർശിച്ചിരുന്നു. യുദ്ധത്തിൽ പങ്കാളികളായ കക്ഷികളെല്ലാം എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ബന്ദികളെയും തടവുകാരെയും മോചിപ്പിക്കണമെന്നും പട്ടിണി കിടക്കുന്ന മനുഷ്യർക്ക് ആശ്വാസം നൽകണമെന്നുമെല്ലാമായിരുന്നു അദ്ദേഹം ആഹ്വാനം ചെയ്തത്. ഒക്ടോബർ 7 ശേഷം ദിവസവും ഗസയിലെ കത്തോലിക്ക ദേവാലയത്തിലേക്ക് മാർപ്പാപ്പ വിളിക്കാറുണ്ടായിരുന്നു. വൈദികരോടും വിശ്വാസികളോടും കുശലാന്വേഷണം നടത്തുകയും അവർക്ക് ആത്മവീര്യം പകരുകയുമായിരുന്നു അദ്ദേഹം ചെയ്തത്. ഗസയിലെ കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും നിരപരാധികളായ മനുഷ്യർക്കുമെതിരെ നടക്കുന്ന ക്രൂരമായ ആക്രമണങ്ങളെ പലതവണ ഫ്രാൻസിസ് മാർപ്പാപ്പ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്.